പച്ചക്കറി വണ്ടിയിൽ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച ₹1 കോടി വില മതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. 2700 കിലോ ഹാൻസ് ആണ് പിടികൂടിയത്. നിരോധിത പുകയില ഉൽപ്പന്നം ലോറിയിൽ കൊണ്ടുവന്ന മാനന്തവാടി വാളാട് സ്വദേശി സർബാസ് പിടിയിലായി. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 2700 കിലോ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് ആണ് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റ് അധികൃതർ ഇന്ന് രാവിലെ വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. മഞ്ചേരിയിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് തനിക്ക് കിട്ടിയ നിർദ്ദേശം എന്നാണ് ചോദ്യം ചെയ്യലിൽ പിടിയിലായ സർബാസ് പറഞ്ഞതെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. തക്കാളി നിറച്ച പെട്ടികൾക്കിടയിലായിരുന്നു 180ഓളം ചാക്കുകൾ ഹാൻസ് അടുക്കിയിരുന്നത്. അതിൽ തക്കാളി പെട്ടിയാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മൾ താഴെ ഇറക്കി വെച്ച ശേഷം അത് പരിശോധിച്ചതിൽ 180 ചാക്കുകളിലായിട്ട് ഏകദേശം 81,000 ചെറിയ പാക്കറ്റുകളിലായിട്ടുള്ള ഹാൻസ് പുകയില ഉൽപ്പന്നമാണ്. 40 ലക്ഷത്തിന് മേൽ വില വരുന്ന ഒരു സാധനമാണ് നമ്മുടെ ശക്തമായ ഇവിടുത്തെ വാഹന പരിശോധനയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എക്സൈസ് നടപടികൾക്ക് ശേഷം പിടികൂടിയ സർബാസിനെ തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്തേരി പോലീസിന് കൈമാറി. മുത്തങ്ങ എക്സൈസ് ഇൻസ്പെക്ടർ എൻ സന്തോഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 24 വയനാട്. കോഴിക്കോട് നഴ്സിംഗ് സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ പ്രതി പിടിയിൽ. നടക്കാവ് സ്വദേശി നബീലാണ് അറസ്റ്റിലായത്. പ്രതിക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നുണ്ട്. നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സീറ്റ് വാഗ്ദാനം ചെയ്ത് നബീൽ പണം തട്ടിയെന്നായിരുന്നു രാമനാട്ടുകര സ്വദേശിയായ യുവതിയുടെ പരാതി. 4.99 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് കാണിച്ച് യുവതി നൽകിയ പരാതിയിൽ ഫറോക്ക് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് നബീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫറൂഖ് കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നും നബീലിനെതിരെ ആരോപണമുണ്ട്. ഫറൂഖ് കോളേജ് സീറ്റ് വാങ്ങിത്തരാന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് 1.25 വെച്ചിട്ട് അടുത്തുനിന്ന് പൈസ വാങ്ങിയത്. നബീൽ എന്ന പേര് നബീൽ അഹമ്മദ് എന്നാണ് എൻ്റെ പേര്. പിന്നെ വെള്ളയിൽ സ്വദേശിയാണ്. നടക്കാവിലെ എക്സ് ഗ്രൂപ്പ് ഇവൻസിന്റെ പരിപാടി ചെയ്യുന്നതാണ്. അക്കൗണ്ട് ത്രൂ ആണ് മണി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. എവിഡൻസ് അടക്കം നമ്മുടെ അടുത്തുണ്ട്. സാമ്പത്തിക തട്ടിപ്പിൽ വെള്ളയിൽ പോലീസും നബീലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കോഴിക്കോട്.